ഓം ശാന്തി. പലപ്പോഴും ആറാം ഇന്ദ്രിയം ഉണർന്ന് പ്രവർത്തിക്കുന്ന പല ആളുകളെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വരാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും വരാൻ പോകുന്ന ആപത്തിന് പലപ്പോഴും തടയിടാനൊക്കെ കഴിയുന്നതായിട്ടുള്ള ആളുകൾ. നിങ്ങൾക്കും ആ കലയെ ആ ശക്തിയെ സ്വന്തമാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ഇന്നത്തെ ലോകത്ത് ഈ രണ്ട് കണ്ണുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഇങ്ങോട്ട് കാണാൻ സാധ്യമല്ല. ഒരു കണ്ണാടിയുടെ സഹായത്തോടു കൂടി അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രൂപത്തെ പോലും കാണാൻ സാധ്യമല്ല. എന്നാൽ ഈ കണ്ണുപയോഗിച്ച് ഈ പുറത്തുള്ള എല്ലാവരും നമുക്ക് കാണാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയത്തെ ഉണർത്തണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ കാഴ്ചയെ കട്ട് ചെയ്തിട്ട് ഈ കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് കാണാനും ഇവിടെ നിന്ന് വരുന്നതായിട്ടുള്ള അന്തരാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനും പഠിക്കണം. പലപ്പോഴും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതങ്ങനെ വേണ്ട, ഇങ്ങനെ മതി എന്ന് ഉള്ളു പറയും. പലപ്പോഴും അത് വേണ്ട, അത് കൊടുത്ത നഷ്ടേ ആവുള്ളൂ, അതെടുത്താൽ അത് പ്രശ്നമായേക്കാം എന്ന് ഉള്ളു പലതവണ പറഞ്ഞിട്ടും അങ്ങനെയല്ല, ഇതൊക്കെ കേട്ടിട്ടും അറിയാതെ അതൊന്നും ആയിരിക്കില്ല എന്ന് സ്വയം തിരുത്തിക്കൊണ്ട് ആ കർമ്മം ചെയ്യേം. ഓ, അങ്ങനെ പറയരുതായിരുന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നു, ആ ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ മനസ്സത് പറഞ്ഞതാ, അത് പറയാൻ പോയ സമയത്ത് എനിക്ക് പറയരുത് എൻ്റെ ഉള്ളിൽ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ കേട്ടില്ല, പറഞ്ഞു, അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടായത്. വേണ്ടാന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് പോയി, അതാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ആ ഇൻറ്റ്യൂഷൻ അഥവാ ആ ഉൾവിളി നമുക്ക് കേൾക്കാൻ പറ്റാതെ പോയത്? കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നമ്മളിലുള്ള വിശ്വാസമില്ല. എന്തുകൊണ്ട് വിശ്വാസമില്ല എന്ന് ചോദിച്ചാൽ, എൻ്റെ ഉള്ളിൽ മനസ്സിൽ നടക്കുന്നതായിരിക്കുന്ന ദ്വന്ദ്വമാണോ, മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള ഭയമാണോ, അതോ ആക്ച്വൽ ആ കാര്യമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണ്ടേ. പല ശബ്ദങ്ങൾ ഒരേ സമയം മനസ്സിന് വരാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ മനസ്സ് നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളും ആയിരിക്കാം. ഈ കാര്യം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കൺഫ്യൂഷൻ അഥവാ ക്ലാരിറ്റിയുടെ കുറവാണ് ഇത്തരം സൂചനകളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതിരിക്കുന്നത്, അത്തരം ഉൾവിളികൾക്ക് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കാര്യം നമ്മളൊരാൾ പറയാൻ വരുമ്പോൾ ഒരു പ്രാവശ്യം പറയാൻ വന്നു, നിങ്ങളവർ മൈൻഡ് ചെയ്യുന്നില്ല, രണ്ടാമത്തെ പ്രാവശ്യം പറയാൻ വന്നു, മൈൻഡ് ചെയ്യുന്നില്ല, പലതവണ നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആൾ എന്താ ചെയ്യുക, നിങ്ങളെ വിട്ട് വേറൊരാളടുത്തേക്ക് അവരങ്ങ് പോവും, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് നമ്മുടെ അന്തരാത്മാവ്. ഇനി പോവാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവരിഷ്ടം പോലെ ചെയ്തിട്ട് ഞാൻ പറയാനില്ല എന്ന് പറഞ്ഞു മിണ്ടാണ്ടിരിക്കും. ഇൻ ദ സെയിം വേ നമ്മുടെ ഇൻറ്റ്യൂഷൻ അഥവാ അന്തരാത്മാവിൻ്റെ ശബ്ദം അഥവാ ഉൾവിളി അത് പലതവണ നമ്മൾ കേൾക്കാതെ കട്ട് ചെയ്ത് കളയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സൈലൻ്റ് ആയിപ്പോവും, അഥവാ അതിന് ശബ്ദിക്കാനുള്ള ശക്തി ഇല്ലാതായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാർ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്മാരായിട്ട് പോലും നമ്മളെക്കാൾ കൂടുതൽ ഒരു പ്രകൃതി ദുരന്തമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് സ്മെല്ല് ചെയ്യാൻ മൃഗങ്ങൾക്ക് പറ്റുന്നത്. ആടിനെ കൊല്ലാൻ വരുന്ന ആളാണ് വാങ്ങാൻ വരുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആ ആടുകൾ ആ കെട്ടിയ കുറ്റിയിൽ കിടന്നുകൊണ്ട് കെട്ടിയ മരത്തുമ്മ കിടന്നുകൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങി കരയുന്നുണ്ടായിരിക്കും. വീട്ടിൽ എല്ലാവരും വരുമ്പോഴൊന്നും ആടുകൾ അങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ല. പാമ്പ് പിടുത്തക്കാരൻ ഒരു സ്ഥലത്ത് വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാമ്പുകൾ അപ്രത്യക്ഷമാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ മൃഗങ്ങൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റാതായി പോയത്? നമ്മുടെ അന്തരാത്മാവിൻ്റെ അവർ സെക്കൻഡ് തോട്ട് ക്രിയേറ്റ് ചെയ്യില്ല. ഫസ്റ്റ് തോട്ട് വരുന്നു, സെൻസ് ചെയ്യുന്നു, അത് പ്രകാരം ചെയ്യും. പക്ഷേ മനുഷ്യന്മാരങ്ങനെയല്ല. വീണ്ടും വീണ്ടും പല രീതികൾ നമ്മുടെ മനസ്സും ബുദ്ധിയും അത് വിവേകവും ഇൻറ്റ്യൂഷനും മനസ്സിൻ്റെ ദൃശ്യങ്ങളും എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞൊരു യുദ്ധമായിരിക്കും. അതിൽ നിന്ന് ശരിയെന്ത് തെറ്റെന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന കുറച്ച് ടിപ്സ് നമ്മുടെ ഉള്ളിൻ്റെ ശബ്ദം കേൾക്കാനും ഉൾവിളികളെ മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും പതുക്കെ പതുക്കെ അതിൻ്റെ പവർ കൂട്ടി എന്ത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള ഒരു ട്രെയിനിങ്, ഒരു പ്രാക്ടീസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തെ ശ്രദ്ധിക്കാതെ വിട്ടേക്കരുത്. പലപ്പോഴും 2-3 പ്രാവശ്യം അത് കേൾക്കാൻ ശ്രമിക്കുക. മനസ്സിന്ന് അരുത് എന്ന ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ആദ്യം ഒരിക്കലും വലിയ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത്. കാരണം മനസ്സിൻ്റെ ഗെയിം പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ചാൽ, എനിക്കൊരു കാര്യം കിട്ടണമെന്ന് ഞാൻ തീവ്രമായിട്ട് ഇച്ഛിക്കുന്നു. ഒരു പക്ഷേ ഒരാളായിട്ടുള്ള റിലേഷൻ ആവാം, ഒരു പക്ഷേ പൈസയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവായിരിക്കാം. അതിനോട് ഞാൻ അമിതമായിട്ട് ഇച്ഛിക്കുന്ന സമയത്ത് മനസ്സ് ആ ആഗ്രഹം കൊണ്ട് അരുതാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മളെ ചെയ്തോ ശരി എന്ന് പറഞ്ഞു കളയും.
അങ്ങനെ പോയി കുരുങ്ങാതിരിക്കാൻ വേണ്ടിക്കൊണ്ടാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ടുള്ള അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ഭരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരിക്കലും ആ വലിയ സ്റ്റെപ്പിലേക്ക് പോകരുത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ, ഒരു കാര്യം ഒരാൾ പറയണം തോന്നി, പറയണ്ടെന്നുള്ളൂ പറഞ്ഞ് പറയാതിരുന്ന് നോക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കേട്ട കാര്യത്തിന് മനസ്സ് പറഞ്ഞ കാര്യം ഉടനടി ചെയ്ത് നോക്കുക. പലപ്പോഴും പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറയുന്ന കാര്യം അറിയാം. അതൊരു ഇൻറ്റ്യൂഷൻ തന്നെയാണ്, പ്രോപ്പർ വേ ആണ്. പക്ഷേ നമ്മളുടെ മടി നമ്മളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. പലപ്പോഴും എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് മനസ്സ് പറയുന്നുണ്ടാവും, നമുക്കതിനെ റിയലൈസ് ചെയ്യാനും സ്വീകരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇപ്പോൾ വീക്കായ മൈൻഡിനെ പവർഫുള്ളാക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഇപ്പോൾ ഒരാളെ ഞാൻ മീറ്റ് ചെയ്യാൻ പോവുക, അതുകൊണ്ടൊന്നും സംഭവിക്കില്ല, കണ്ടാലും കണ്ടില്ലെങ്കിലും. അപ്പോൾ മനസ്സ് നിങ്ങളോട് പറയുക, ഇന്ന് പോകേണ്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ പോവാതിരുന്ന് നോക്ക്. എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഒന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. നമ്മുടെ ഉൾവിളി ഒരു 99% ശരിയാവാനാണ് സാധ്യത. അങ്ങനെ ആദ്യം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേയും കൂടെ കോൺഫിഡൻസ് അഥവാ അവനവനുള്ളതായിട്ടുള്ള വിശ്വാസം വരാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ അത് കേൾക്കാൻ പഠിക്കണമെങ്കിൽ ഒരു ടെക്നിക്ക് അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. നമുക്ക് പറയാം സ്വിച്ച് ഓഫ് ചെയ്യുക, മെമ്മറീനെ സ്വിച്ച് ഓഫ് ചെയ്യുക. അത്ര എളുപ്പത്തിലല്ല, ബട്ട് പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് പറ്റും. ആദ്യം 1 മിനിറ്റ് നേരത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്യുക. ഇവിടെ എല്ലാം സ്വിച്ച് ഓഫ് ആയെന്ന് വിചാരിക്കൂ, കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല. എൻ്റെ മുന്നിലുള്ള ഈ ശൂന്യതയിലേക്ക് മാത്രം ഒരു സെക്കൻഡ് ശ്രദ്ധിക്കുക. എന്നിട്ട് മറ്റു തോട്ട്സിനെ മാറ്റുക. എന്നിട്ട് എന്ത് കാര്യമാണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കുന്ന ആ ശബ്ദം അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ളതായിരിക്കുന്ന ആത്മാവിലേക്ക്, ബീയിങ്ങിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ശ്രദ്ധ ഏകാഗ്രമാക്കുക. ഒരു ലൈറ്റ് അതിങ്ങനെ സെൻസ് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്, അതെന്തോ എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പതുക്കെ അതിലേക്ക് മാത്രം മറ്റെല്ലാത്തിനും മാറ്റി എഗെയിൻ ആൻഡ് എഗെയിൻ. അത് ഞാൻ പറഞ്ഞുതരികയാണ്. തോട്ടിനെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ശബ്ദങ്ങളുടെ രൂപത്തിൽ പലതിൻ്റെ രൂപത്തിലേക്ക് കയറി വരാൻ ശ്രമിക്കും. അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഇത്തരം പ്രാക്ടീസിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ വെക്കുന്ന ഹെഡ്ഫോണിൻ്റെ ആ പ്ലഗ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് പുറത്തെ ശബ്ദത്തെ ലൈറ്റ് മ്യൂസിക്കോ എന്തിനീ സപ്പോർട്ട് എടുത്ത് പുറമെന്നുള്ള ശബ്ദത്തിനെ കട്ട് ചെയ്തേക്കുക. ഏതെങ്കിലും സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടുള്ള സീറ്റിലിരിക്കുക. അപ്പം അതൊക്കെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ശ്രദ്ധേനെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അത് കഴിഞ്ഞ ശേഷം ഈ സ്ഥാനത്തേക്ക്, ആത്മാവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അവിടെ ആ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഫീൽ ചെയ്യുക. അതിലേക്ക് മാത്രം ആ ലൈറ്റ് മാത്രം കണ്ട് എത്ര മിനിറ്റ് സമയം നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അത്ര മിനിറ്റ് സമയം അങ്ങനെ ഇരുന്നോളൂ. അങ്ങനെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ശബ്ദം കുറച്ചുകൂടെ ശക്തമായിട്ട് ഉണർന്നു വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ ശേഷം ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെ ഉടനെ തന്നെ ചെയ്തു നോക്കൂ. വേണ്ടാന്ന് പറഞ്ഞാൽ ചെയ്യണം പറഞ്ഞാൽ ചെയ്തു നോക്കൂ. ആ കാര്യം സക്സസ് ആയി, കറക്റ്റ് അത് തന്നെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സക്സസ് ആയി എന്നർത്ഥം. സെക്കൻഡ് സ്റ്റെപ്പ്, ഒന്നാമത് നമ്മൾ ശ്രദ്ധയോടെ അത് കേൾക്കണം. രണ്ടാമത് അത് കേട്ട കാര്യത്തിന് ഉടനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. മൂന്നാമത് ഇത് കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ആദ്യം ഈ പ്രാക്ടീസ് നമ്മൾ ആരംഭിക്കണം കേട്ടോ. സിമ്പിൾ പ്രാക്ടീസാണ്. മാക്സിമം 3 മിനിറ്റൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യത്തിൽ നമ്മുടെ ശ്രദ്ധ കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ബൈ പ്രാക്ടീസ് 5 മിനിറ്റ്, 7 മിനിറ്റ്, 8 മിനിറ്റ്, 10 മിനിറ്റ്, അപ് ടു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിച്ചാൽ പിന്നെ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആവും, നിങ്ങളുടെ 6th സെൻസ് ആക്റ്റീവ് ആവും, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം. പക്ഷേ ഈ പ്രാക്ടീസ്, അതുവരെയുള്ള സമയത്തെ പ്രാക്ടീസ്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ. പിന്നെ മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം, ഞാൻ എനിക്ക് റെസ്പെക്റ്റ് കൊടുക്കാത്തിടത്തോളം ഈ ലോകത്ത് ആരും എനിക്ക് റെസ്പെക്റ്റ് തരില്ല. അത് സത്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം സ്വയം നമുക്ക് തന്നെ റെസ്പെക്റ്റ് കൊടുക്കണം. അതിനെങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തു നമുക്ക് മനസ്സിലാക്കുക. ഒരു കാര്യം, എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും അടുത്ത്, നമുക്കിത് അറിയാമെന്ന് പറഞ്ഞ് വേറൊരാളുടെ അടുത്തൊക്കെ പോയിട്ട് അതിനൊരു സൊല്യൂഷൻ തേടും. മറിച്ച് എൻ്റെ കൂട്ടുകാരനാണ് ഒരാവശ്യം വന്നതെങ്കിൽ, എൻ്റെ കൂട്ടുകാരിക്കാണ് ഇങ്ങനൊരു സജഷൻ വന്നതെങ്കിൽ അവരൊരു പക്ഷെ തേടി വരുന്നത് എന്നെയായിരിക്കും. ഞാൻ എന്ത് ചെയ്യും? മറ്റൊരാളെ തേടിപ്പോവും. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ ഉപദേശം സ്വീകരിച്ച് എന്നിൽ വിശ്വാസം അർപ്പിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നത്. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ടെക്നിക്ക് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് വെച്ചാൽ സെൽഫ് ബിലീഫ് വർദ്ധിപ്പിക്കാനാണ്.
അവനവനുള്ളതായിട്ടുള്ള വിശ്വാസം, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ, എൻ്റെ വിവേകത്തെ ഉണർത്തിയെടുക്കാൻ, അത് ഉണർന്നാലേ ഈ പറഞ്ഞ കാര്യത്തെ കൊണ്ടുവരാൻ പറ്റൂ. അതിനുള്ള ടെക്നിക്കാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് മറ്റൊരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ നിങ്ങൾ മനസ്സ് തുറന്ന് കത്ത് എഴുതുക എന്ന് വിചാരിക്കുക. ഞാൻ പറയുകയാണ്, മൊബൈൽ ടൈപ്പ് ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ മെസ്സേജ് ആക്കാൻ നിൽക്കരുത്, എഴുതണം. പേപ്പറും പെന്നും എടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ പ്രശ്നം എന്താണെങ്കിലും എത്ര വിശദമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരനോടോ കൂട്ടുകാരോടോ പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയില്ലേ, മനസ്സിൻ്റെ ഭാരം അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ഒരു സുഖം നമ്മൾ പറയില്ലേ. ഇൻ ദ സെയിം വേ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾ പറയുകയാണെന്ന സങ്കല്പത്തിൽ എല്ലാ കാര്യത്തിനും വിശദമായിട്ട് എഴുതൂ. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു കൂട്ടുകാരനല്ല കൂട്ടുകാരിക്ക് പോസ്റ്റ് ചെയ്യുകയാണെന്നുള്ള സങ്കല്പത്തിൽ അതിനെ മടക്കി ആ ബുക്കിൻ്റെയോ അല്ലെങ്കിൽ മേശവലിപ്പിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച ശേഷം ആഫ്റ്റർ 10 to 15 minutes തിരിച്ചു വന്ന് വീണ്ടും അതെടുത്ത് ഇതെൻ്റെ കൂട്ടുകാരൻ്റെ കത്ത് എനിക്ക് വന്നിരിക്കുക, ഇതിൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താവും എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യണം. ഞാൻ എഴുതി വെച്ച കത്ത് തന്നെയല്ലേ, ഇതിലിപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വിചാരിക്കരുത്. അത്ര നേരം നിങ്ങൾ എഴുതി ഭാരം ഒഴിവാക്കി ഡിറ്റാച്ച്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സ് അതിനുള്ള സൊല്യൂഷൻ തേടിയിട്ടുണ്ടായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അത് വായിച്ചു നോക്കി അതിനുള്ള ഉത്തരം നിങ്ങളുടെ കൂട്ടുകാരനുള്ള മറുപടി എഴുതുന്ന ഭാവത്തിൽ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ എഴുതുക. സൊല്യൂഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സൊല്യൂഷൻ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. 1-2 വട്ടം വായിച്ചോ, എന്തെങ്കിലും തിരുത്തുകയാണെങ്കിൽ തിരുത്തിക്കോ, എന്നിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞ ശേഷം അതിനെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്ക്. അതോടെ നമ്മുടെ ആ ഒരു അവനവനുള്ളതായിട്ടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ അവനവനുള്ളതായിട്ടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഉപദേശത്തെ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങുന്നൊരവസ്ഥ എത്തുമ്പോൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നന്നായിട്ട് കൂടാൻ തുടങ്ങും, ആത്മവിശ്വാസം വർദ്ധിക്കും, അവനവനുള്ളതായിട്ടുള്ള ആദരവ് വർദ്ധിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലൈഫിൽ ഈ ലോകത്ത് നമ്മൾ ജന്മജന്മാന്തരങ്ങൾ എടുത്തതുകൊണ്ട് അനുഭവത്തിൻ്റെ ആധാരത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ആധാരത്തിൽ ഒരു തോട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ഡെയിലി ലൈഫിൽ നിന്ന് ഒഴിവാക്കാനുള്ളതായിട്ടുള്ള സിസ്റ്റമാണ് രാത്രി ഉറങ്ങും മുന്നേ ഈശ്വരന് കത്തെഴുതുക എന്നുള്ളത്. പണ്ടത്തെ ആളുകൾ പലരും നോക്കിക്കഴിഞ്ഞാൽ അവർ ഡയറി എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അന്നന്നത്തെ കാര്യത്തെ ഞാൻ ഇന്നത് ചെയ്തു, ഇന്ന ആൾക്ക് ഇത്ര കൊടുത്തിരിക്കുന്നു, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിഷമായി, ഞാനത് സാരല്ല പോട്ടേന്ന് വിട്ടിരിക്കുന്നു. അങ്ങനെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും ഡയറി എഴുതുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. ഒത്തിരി ഞാൻ കണ്ടെടുത്തോളം മഹാത്മാക്കളുടെ ഒക്കെ ജീവചരിത്രം നോക്കിയാൽ അവർക്കെല്ലാം തന്നെ ഡയറി എഴുതുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്നത് തന്നെ ആ ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോഴൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളും ഡയറി എഴുതുന്ന ശീലമെന്ന് മാത്രം ഞാൻ പറയില്ല, കഴിയുമെങ്കിൽ അത് ഈശ്വരൻ്റെ പേരിൽ കത്തുകൂടി എഴുതുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളയും. അങ്ങനെ എഴുതുക എന്നൊരു ശീലം, രാത്രിയിൽ റൈറ്റ് ചെയ്യുന്ന എഴുതുന്നൊരു ശീലം നിർബന്ധമായിട്ട് 1 ദിവസം 2 ദിവസം അല്ല, ഡെയിലി അന്നന്നത്തെ കാര്യങ്ങളെ ഈശ്വരനോട്, നല്ലതാവാം ചീത്തയാവാം സങ്കടമാവാം സന്തോഷമാവാം നേടിയതാവാം നഷ്ടമാവാം എല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും വലിയ മിത്രമാണ് ഈശ്വരൻ. അതുകൊണ്ട് മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശ്വരൻ എഴുതി അറിയിച്ചേക്കൂ. മനസ്സ് ഫുൾ ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യം ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സ് എന്തുകൊണ്ടാണെന്നറിയോ, ഉപബോധ മനസ്സെന്നാണ് ആക്ച്വലി ഇൻറ്റ്യൂഷൻ വരുന്നത് തന്നെ. ഇപ്പോൾ രാത്രി ഉറങ്ങും മുന്നേ മനസ്സിനെ കാലിയാക്കി കഴിയുമ്പോൾ മനസ്സൊരു ഫ്രീ ഫ്ലോയിൽ പോകാൻ തുടങ്ങും. അതിൻ്റെ സൈലൻസ് നിങ്ങൾക്കറിയാലോ, ഒരു തടാകത്തിൽ വെള്ളം കെട്ടി നിൽക്കുകയെന്ന് വിചാരിക്കൂ, അവിടെ ഒരു കാറ്റുമില്ല അലകളുമില്ല എങ്കിൽ അത് ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ ആണെങ്കിൽ നേരെ താഴെ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കല്ലുണ്ടോ പുല്ലുണ്ടോ അതോ മറ്റെന്തെങ്കിലും സാധനമുണ്ടോ എല്ലാം നമുക്ക് കാണാം. അതേപോലെ എത്ര കൂടുതൽ മനസ്സിനെ കാമാക്കുന്നുണ്ടോ അത്രയും കൂടുതൽ അത് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ പോയിട്ട് അവിടെയുള്ളതായിരിക്കുന്ന നമ്മുടേതായിട്ടുള്ള എനർജി എന്താണോ അതിനത് ആക്റ്റീവായിട്ട് കൊണ്ടുവരും. അപ്പം അങ്ങനെ നമ്മൾ ഡെയിലി കത്ത് എഴുതിക്കൊണ്ട് മനസ്സിനെ ഫ്രീ ആക്കി മാറ്റുക. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്, ഒന്നും ഒരാൾക്കും പിടിച്ചു കെട്ടി വയ്ക്കാൻ പറ്റില്ല. ചില റിലേഷൻഷിപ്പ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 1-2 ഘട്ടങ്ങളിൽ തന്നെ നമ്മുടെ മനസ്സ് പറയും, ഇത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നണില്ല, എന്താ ഇവരിങ്ങനെ പെരുമാറുന്നത്, നമുക്ക് മുന്നോട്ട് പോകേണ്ടതല്ലേ, ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് തോന്നും. അപ്പോഴൊക്കെ മനസ്സ് പറയും, സാരല്ല, ഞാൻ ശരിയാക്കിയെടുത്തോളാം, എനിക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ്, ഇത്രയേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ അപ്പുറത്തില്ലേ. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യം, നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യം പിടിച്ചു വെക്കാനായിട്ട് നോക്കും. ഞാൻ ഓർത്തു പോവും, വരട്ടെ സംഭവ്യമാമിതൊക്കെ, പോകട്ടെ പോകാനിടയുള്ളതൊക്കെ, വരുന്നതിൽ സംതൃപ്തിയും അത്ര തന്നെ, പോകുന്നതിൽ സങ്കടവും വരേണ്ട എന്ന് ഓർക്കുന്നത്. ഒരു ഈസി നേച്ചർ, നല്ല വരികളാണത്. ഈസി നേച്ചർ,
ഒരാളെയും നിങ്ങൾക്ക് പിടിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ സ്വന്തമാക്കാനോ ഒരാളെയും ഒന്നിനെയും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. നമ്മളേ ഈ സ്വന്തമല്ല, ഇതുപോലും വിട്ടു പോകേണ്ടതാണ്, ഇന്നെടുത്തതാണ്, നാളെ വിട്ടു പോകുന്നതാണ്. ഈ 4 നാൾ ഇതുകൊണ്ട് എന്ത് ചെയ്യണോ അത് ചെയ്യാം, അല്ലാതെ അപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പിടിച്ചു വെക്കാതെ നോക്കുന്നതെല്ലാം നമുക്ക് ദുഃഖം തന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഈസി നേച്ചർ. യെസ്, എൻ്റെ കൂടെ വേണോ, കം വിത്ത് മീ. അല്ല നിങ്ങൾക്ക് വേറെ ആളോടെ പോകണോ, ലെറ്റ് ഇറ്റ് ഗോ. അങ്ങനെ മനസ്സിനെ ഒന്ന് തോറ്റതാണോ, ഓക്കെ, അതിലായിരിക്കാം നല്ലത്. സക്സസ് ആണോ, ഓക്കെ, അതും എനിക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാം പോസിറ്റീവ് ചിന്തിക്കുമ്പോഴും ഒരു ഈസി നേച്ചർ കാര്യങ്ങളോട് കൊണ്ടുവന്ന മനസ്സിനുള്ള സംഘർഷം വളരെ കുറയ്ക്കാൻ പറ്റും നമുക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ശാന്തമായിക്കൊണ്ടിരിക്കും മനസ്സ്. ബോധ മനസ്സും ഉപബോധ മനസ്സും ശാന്തമാകുന്നതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം അതിശക്തമായിട്ട് കേൾക്കാൻ തുടങ്ങും. ഒരു 15 മിനിറ്റ് സൈലൻസിന് ശേഷം എത്ര വലിയ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾ ചിന്തിച്ചാലും നമ്മുടെ മനസ്സ് തന്നെ അതിന് ക്ലിയർ ഐഡിയ തരാൻ തുടങ്ങും. അത് ചെയ്യുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടെത്താനുള്ള സ്വയം ശക്തരായ വ്യക്തിത്വങ്ങളാകാൻ, മറ്റുള്ളവർക്ക് വേണ്ടതായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാനുള്ള രീതിയിലുള്ള ശക്തമായ വ്യക്തിത്വങ്ങളാകാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഇന്ദ്രിയങ്ങളെ അധീനമാക്കിക്കൊണ്ട് സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദം കേട്ട് പോസിറ്റീവിൻ്റെ വഴിയിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ കൂടെ ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കാം. എനിക്ക് എന്തെങ്കിലും ഇൻറ്റ്യൂഷൻ കിട്ടുമ്പോൾ അത് ഒരു പക്ഷെ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കുതിരയുടെ രൂപത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തമായിരിക്കുന്ന ഒരു ചിത്രത്തിലൂടെയോ ഒരു സങ്കേതത്തിലൂടെയോ ഈശ്വരൻ കാണിക്കും എന്നൊക്കെയാണ് മനുഷ്യന്മാർ വിചാരിക്കുന്നത്. ഭഗവാൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അന്തരാത്മാവിൻ്റെ ശബ്ദം തന്നെയാണ്. പ്രപഞ്ചം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അന്തരാത്മാവിൻ്റെ ശബ്ദത്തിലൂടെ തന്നെയാണ്. പക്ഷേ കണ്ടീഷൻ എന്താണെന്നറിയോ? അവർ വേറൊരു ചിത്രം കൊണ്ട് മുന്നിൽ നിർത്തി കാണിക്കുകയല്ല, നമ്മുടെ ആത്മാവിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആത്മാവിനുള്ളിൽ നല്ലതും ചീത്തയുമായിരിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ച് നോളജ് ഉണ്ട്. കാരണം ആത്മാവിൻ്റെ ഒറിജിനൽ ഫോം അത് പോസിറ്റീവാണ്, സപ്തഗുണങ്ങളാണ്. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ സൈലൻസിലേക്ക് വരുന്നുണ്ടോ, എത്ര സമയം ആ സൈലൻസിൻ്റെ സ്വീറ്റ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ, അത്രയും ആ 7 ഗുണങ്ങളും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. അവിടെ നല്ലതിനെ മാത്രം ക്യാച്ച് ചെയ്യാനും നെഗറ്റീവിനെ ഒഴിവാക്കാനും, നെഗറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവാണ് ചെയ്യണ്ട എന്ന് പറയാനുള്ളതായിരിക്കുന്ന ശക്തി ഉണർന്നു വരികയും ചെയ്യും. അതുകൊണ്ട് മറക്കാതെ ഓർക്കുമല്ലോ, ദിവസവും കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യണം. സൈലൻസിൽ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുക. ഒരു ഭാഷ ഉപയോഗിക്കുക മനസ്സിനോട്, സ്വിച്ച് ഓഫ്. ഏത് തോട്ട് വരുമ്പോഴും ഈ ഭാഗം ഇപ്പോൾ സ്വിച്ച് ഓഫ്, ഈ കാര്യം ഞാൻ സ്വിച്ച് ഓഫ്, എൻ്റെ ഈ ചുറ്റും കേൾക്കുന്ന ശബ്ദം സ്വിച്ച് ഓഫ്, എല്ലാം സ്വിച്ച് ഓഫ് ആക്കി ഡെഡ് സൈലൻസ്. ആ സൈലൻസിലിരിക്കുന്ന ആ ശാന്തസ്വരൂപമായ ആത്മാവിനെ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ 6ാം ഇന്ദ്രിയം ഉണർത്തിയെടുക്കാനും അതിലൂടെ ജീവിതത്തെ സുഖകരമാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.